ഐഡിയേഴ്സ്, നമുക്ക് ഇനി പേജ് നമ്പർ 172 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നോക്കാനുള്ളത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് സമചതുരങ്ങളും ഉണ്ടാക്കാം. ഇതിനു മുമ്പ് നമ്മൾ പാഠത്തിൽ കണ്ടത് തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ചിട്ട് ത്രികോണങ്ങൾ ഉണ്ടാക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇനി ഇതാ സമചതുരങ്ങൾ ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ട്. ഇതാ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ചോദ്യം എന്താണ്? ഇങ്ങനെ തുടർന്ന് ഉണ്ടാക്കുന്ന സമചതുരങ്ങളുടെ എണ്ണവും ഉപയോഗിച്ച തീപ്പെട്ടിക്കോലുകളുടെ എണ്ണവും തമ്മിൽ എന്താണ് ബന്ധം? അപ്പൊ നമുക്ക് പിക്ചർക്ക് തന്നെ വരാം. പിക്ചർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ സമചതുരം എടുക്കാം. എത്ര തീപ്പെട്ടിക്കോൽ ഉപയോഗിച്ചു? 1, 2, 3, 4. ഇവിടെ 4 തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ചു. ഒരു സമചതുരം ഉണ്ടാക്കാൻ 4 തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ചു അല്ലെ. ഇനി അടുത്ത പിക്ചറിൽ എത്ര? 2 സമചതുരങ്ങളുണ്ട്. അപ്പൊ ആദ്യത്തെ സമചതുരം ഉണ്ടാക്കാൻ 1, 2, 3, 4. ഇവിടെയും 1, 2, 3, 4. അങ്ങനെ 4, 4, 8 കോലുകൾ ഇവിടെ അടുത്ത 2 സമചതുരം ഉണ്ടാക്കാൻ ഉപയോഗിച്ചു. ഇനി അടുത്ത പിക്ചർക്ക് പോകുമ്പോൾ ഇവിടെ നോക്കി എത്ര ഉണ്ട്? 1, 2, 3 സമചതുരങ്ങളുണ്ട്. ഓരോന്നും ഉണ്ടാക്കാൻ 1, 2, 3, 4. അങ്ങനെ 4, 4 വെച്ചിട്ട് കോലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ 4, 4, 8, 8, 4, 12. അപ്പൊ ടോട്ടൽ എത്രയായി? 12. അപ്പൊ നമുക്ക് മനസ്സിലായി 4കൾ ഇങ്ങനെ കൂടി വരണം അല്ലെ. ആദ്യം 4 കോലുകൾ ഉപയോഗിച്ചു, അത് കൂടി 4 കൂട്ടി അടുത്തതിന്, അടുത്ത് കൂടി വീണ്ടും 4 കൂട്ടി അടുത്തതിന്, അടുത്തിലൂടെ വീണ്ടും 4 കൂട്ടി അടുത്തതിന്, അങ്ങനെ 4കൾ ഇങ്ങനെ കൂടി വരികയാണ്. ഓരോ സമചതുരങ്ങൾ കൂടുമ്പോഴും 4കൾ കൂടി വരികയാണെന്ന് മനസ്സിലായി അല്ലേ. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഇവിടെ എന്താ ചോദിച്ചത്? സമചതുരങ്ങളുടെ എണ്ണവും ഉപയോഗിച്ച തീപ്പെട്ടിക്കോലുകളുടെ എണ്ണവും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ്. അപ്പൊ നമുക്കത് ബന്ധം ഒന്ന് നോക്കി നോക്കാം. അപ്പൊ നമുക്കിവിടെ എഴുതാം സമചതുരങ്ങളുടെ എണ്ണം. ആദ്യം ഇവിടെ കോളാക്കിയിട്ട് വരച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോ ചതുരങ്ങളുടെ എണ്ണം ആദ്യത്തെ കോളായിട്ട് എടുത്തു. അടുത്ത കോളത്തിൽ നമുക്ക് കോലുകളുടെ എണ്ണം എടുക്കാം. തീപ്പെട്ടിക്കോലാട്ടോ ഞാൻ കോലുകൾ എന്ന് എഴുതണത്. കോലുകളുടെ എണ്ണം. ഇനി ആകെ കോലുകൾ എത്രയെന്ന് നമുക്കിവിടെ നേരാക്കി എഴുതാം. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിരിച്ച് ഞാൻ സിമ്പിളാക്കി കാണിച്ചു തരാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ സമചതുരം എങ്ങനെയായിരുന്നു? ഇതാ ഇങ്ങനെ ആയിരുന്നു അല്ലേ, ഇങ്ങനെ. അപ്പൊ അതില് 1, 2, 3, 4 ആണ് അല്ലെ. അപ്പോൾ ഇവിടെ എത്രയാണ്? ഒരു സമചതുരമാണ്. സമചതുരങ്ങളുടെ എണ്ണം. അതിൽ കോലുകൾ എത്രയാണ്? 4 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 4 എന്ന് എഴുതാം. ആകെ നമുക്ക് 4 കിട്ടി. ഇനി അടുത്ത പിക്ചർ എങ്ങനെ ആയിരുന്നു? ഇതാ ഇങ്ങനെ. അതിന് ഇവിടെ നിന്ന് ഒരു ഇങ്ങനെ 1, 2 ആണ് അല്ലെ. അപ്പൊ ഇവിടെ സമചതുരങ്ങളുടെ എണ്ണം 2 ആണ്. അപ്പൊ നമുക്ക് 2 തവണ ഇവിടെ ഒരു 4, ഇവിടെ ഒരു 4. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കോലുകളുടെ എണ്ണം 2 × 4. ആകെ നമുക്ക് എന്ത് കിട്ടി? 8 കിട്ടി. ഓക്കെ. അടുത്ത പിക്ചർ എങ്ങനെ ആയിരുന്നു? സമചതുരം 1 ഇവിടെ, 1 ഇവിടെ. ഞാൻ പിക്ചർ നേരെ വൃത്തിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മാത്രം ഒന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോ എത്ര? 1, 2, 3 ഉണ്ട് അല്ലെ. 3 സമചതുരങ്ങളുണ്ട്. അവിടെ കോലുകളുടെ എണ്ണം എങ്ങനെ വരും? 3 × 4 വരും. അപ്പൊ 3 × 4 എത്രയാണ്? ആകെ 12 വരും. കാരണം ഇവിടെ 4, ഇവിടെ 4, 4, 4. അപ്പൊ 3 × 4 12 വന്നു. ഇനി അങ്ങനെ പോയിട്ട് നമുക്ക് 10 ഉണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെ കൂടിയിട്ട് ഇവിടെ 1, ഇവിടെ അങ്ങനെ 10 ത്രികോണങ്ങൾ, 10 സമചതുരങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ കോലുകളുടെ എണ്ണം എങ്ങനെ കിട്ടുക? 10 × 4 ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 40 കോലുകൾ വേണ്ടിവരും. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അതായത് സമചതുരങ്ങളുടെ എണ്ണം × 4 ആണ് കോലുകളുടെ എണ്ണം എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ജസ്റ്റ് ഞാനതൊന്ന് മായ്ക്കുന്നുണ്ടേ. അപ്പൊ നമുക്ക് എഴുതാം തീപ്പെട്ടി കോലുകളുടെ എണ്ണം. തമ്മിലുള്ള ബന്ധമല്ലേ അങ്ങോട്ട് കാണാൻ പറയുന്നത്. അപ്പൊ നമുക്ക് എഴുതാം തീപ്പെട്ടി കോലുകളുടെ എണ്ണം ഈക്വൽ ടു, നമുക്ക് എന്ത് കിട്ടി? സമചതുരങ്ങളുടെ എണ്ണം × 4 എന്ന് കിട്ടി. ഓക്കെ. തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ സമചതുരങ്ങളുടെ എണ്ണം × 4 ആണ് ചെയ്യാൻ. മനസ്സിലായി? ഇനി അവിടെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. സമചതുരങ്ങളുടെ എണ്ണം S എന്നും ഉപയോഗിച്ച തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം M എന്നും എടുത്ത് ഈ ബന്ധം എഴുതുക. അപ്പൊ നമുക്ക് സുഖമായിട്ട് എഴുതാം. സമചതുരങ്ങളുടെ എണ്ണം S ആക്കി എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് എന്താണ്? ഒന്ന് കളർ മാറ്റി കാണിച്ചു തരാം. ഇത് എസ്. സമചതുരങ്ങളുടെ എണ്ണം S ആക്കി എടുത്തു. തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം M. അപ്പൊ നമുക്ക് ഇക്വേഷൻ സുഖമായിട്ട് മാറ്റി എഴുതാൻ പറ്റുമല്ലോ.
ഇതിന് പകരം എം എന്ന് കൊടുക്കാം. എം ഈക്വൽ ടു എസ് ഇൻറ്റു 4 എന്ന് വന്നു. ഓക്കെ, അല്ലെങ്കിൽ ഇതിനൊന്നും കൂടി ഇതാക്കാണ് നമുക്ക് എങ്ങനെ എഴുതാം? എം ഈക്വൽ ടു 4s എന്ന് എഴുതാം. ഇത് 4, അതായത് S4 എഴുതുന്നതിനേക്കാളും S4 എഴുതിയാലും 4s എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് വായിക്കാനൊക്കെ ഒന്നും കൂടി സുഖമായിട്ട് തോന്നുന്നത് എം ഈക്വൽ ടു 4s എന്ന് എഴുതാം. അതായത് ഈ ഇൻറ്റു നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, ഈ ഒരു എക്സ് എന്നുള്ള ചിഹ്നത്തിന് അത് ഗുണിക്കുക എന്നുള്ളതിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് തമ്മിലെ ബന്ധം കിട്ടി. തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ സമചതുരങ്ങളുടെ എണ്ണം ഇൻറ്റു 4, അല്ലെങ്കിൽ 4 ഇൻറ്റു സമചതുരങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇതിൽ എസും എമ്മും ഏത് തരം സംഖ്യകളാണെന്ന ചോദ്യം. അപ്പൊ എസ് സംഖ്യകളെ കുറിച്ച് പറഞ്ഞാൽ ഇത് എന്ത് സംഖ്യകളാണ് നമുക്ക് കാണുമ്പോഴേ അറിയാം. ഇവിടെ നമ്മൾ പട്ടികയായിട്ട് എഴുതിയപ്പോൾ ആദ്യത്തെ എസ് 1 ആകുമ്പോൾ എം 4, എസ് 2 ആകുമ്പോൾ എം 8. ഇതൊക്കെ എന്താണ്? ഈ 1, 4 അല്ലെങ്കിൽ 2, 8 ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എണ്ണൽ സംഖ്യകളാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ എസും എമ്മും എന്താണ്? എണ്ണൽ സംഖ്യകളാണ് എന്ന് പറയാം. ഇവിടെ തന്നെ ഉത്തരം എഴുതി കാണിച്ചു തരാം. അതായത് കൂടെ എഴുതാം, ഏത് തരം സംഖ്യകളാണ് ചോദിക്കുമ്പോൾ എണ്ണൽ സംഖ്യകൾ എന്ന് കൊടുക്കാം. സാധാരണ നമ്മൾ എണ്ണുന്ന സംഖ്യ 1, 2, 3, 4 അങ്ങനത്തെ പോലത്തെ സംഖ്യയാണല്ലോ. അല്ലാതെ വേറെ പലതരം സംഖ്യകളുണ്ട്. ദശാംശ സംഖ്യകളുണ്ട്, ഭിന്ന സംഖ്യകളുണ്ട്, ന്യൂനസംഖ്യകളുണ്ട്. അങ്ങനത്തെ സംഖ്യയൊന്നും അല്ല. ഇത് നമ്മൾ എന്താണ്? എണ്ണുന്ന സംഖ്യയാണ് അല്ലേ? ഇനി അടുത്ത ചോദ്യം, 4ന്റെ ഗുണിതമായ ഒരു സംഖ്യ എടുത്താൽ അത്രയും തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് ഇതുപോലെ എത്ര ചതുരം ഉണ്ടാക്കാമെന്ന് കണക്കാക്കുന്നത് എങ്ങനെയാണ്? അതായത് 4ന്റെ ഗുണിതം നമുക്ക് മനസ്സിലായി. സമചതുരങ്ങളുടെ എണ്ണവും തീപ്പെട്ടിക്കോലുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? 4ന്റെ ഗുണിതം ആയിരിക്കും എന്ന് മനസ്സിലായി. കാരണം 4s എന്നാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ നമുക്ക് 4s എന്നല്ലേ കിട്ടിയത്. അപ്പൊ ഇത് എന്തായിരിക്കും? ഇത് എപ്പോഴും 4ന്റെ ഗുണിതമായിരിക്കും. അതായത് 4 ഇൻറ്റു ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ 4ന്റെ ഗുണിതമാണ് മനസ്സിലായി. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ 4ന്റെ ഗുണിതമായ ഒരു സംഖ്യ നമ്മൾ എടുത്തു, അത്രയും തീപ്പെട്ടിക്കോലുകൾ നമ്മുടെ കയ്യിലുണ്ട്. 4ന്റെ ഗുണിതമായ ഒരു സംഖ്യ എടുത്തു, അത്രയും തീപ്പെട്ടിക്കോലുകൾ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്രയും തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് എത്ര ചതുരം ഉണ്ടാക്കാം എന്ന് നമ്മൾ എങ്ങനെ കണക്കാക്കുക? അതിനൊരു വഴിയുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ ത്രികോണങ്ങളുടെ എണ്ണം ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ എക്സാമ്പിൾ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് പറയാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ 4ന്റെ ഗുണിതം പറഞ്ഞാൽ 40 എന്താണ്? 4ന്റെ ഗുണിതാണ് അല്ലേ? അപ്പൊ 40 തീപ്പെട്ടിക്കോലുകൾ നമ്മുടെ കയ്യിൽ തന്നു എന്ന് വിചാരിക്കാം. അതുകൊണ്ട് എത്ര ചതുരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ പറയാ. നമുക്കറിയാം 40നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 10 ചതുരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക. അതായത് 1, 2, 3 ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഇങ്ങനെ 10 ചതുരങ്ങൾ ഉണ്ടാക്കാൻ എത്ര തീപ്പെട്ടിക്കോൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും? 40 തീപ്പെട്ടിക്കോലുകളാണ് നമുക്ക് വേണ്ടി വന്നിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം കിട്ടിയാല് അതിൽ നിന്നും എത്ര ചതുരം ഉണ്ടാക്കാൻ ചോദിച്ചാൽ നമുക്ക് എന്താ പറയാ? ആ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണത്തിനെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് ഇനി അങ്ങനെ ഇത്ര ഏതുമാണ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതായത് ഇങ്ങനത്തെ 4 ഭാഗങ്ങളാക്കി 4 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ നമുക്ക് എഴുതാം, തീപ്പെട്ടിക്കോലുകളുടെ എണ്ണത്തെ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണത്തെ 4 കൊണ്ട് ഹരിച്ചാൽ ചതുരങ്ങളുടെ എണ്ണം ലഭിക്കും. ചതുരങ്ങളുടെ എണ്ണം ലഭിക്കും. അപ്പോ നമ്മൾ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം എം ആക്കി എടുത്തു, ചതുരങ്ങളുടെ എണ്ണം എസ് ആക്കി എടുത്തത്. അപ്പോൾ എമ്മിനെ 4 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? എം ഹരണം 4 ഈക്വൽ ടു എസ്. മനസ്സിലായോ? അപ്പോൾ എസ് ഈക്വൽ ടു m/4 എന്ന് വന്നു. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ നമുക്ക് നേരത്തെ കിട്ടിയത് എം ഈക്വൽ ടു 4s 4s എന്നും കിട്ടി. ഇപ്പോൾ എസ് ഈക്വൽ ടു m/4 എന്ന് ഇക്വേഷൻ രണ്ടെണ്ണം ബന്ധങ്ങൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഈ കണക്ക് കൂട്ടലുകളും അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുക. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ അപ്പോൾ ഇവിടെ നോക്ക്, ഈ ഇതിന്റെ ഉത്തരം നമ്മൾ അതായത്
ആദ്യത്തെ തീപ്പെട്ടികളുടെ എണ്ണത്തെ 4 കൊണ്ട് ഹരിച്ചാൽ ചതുരങ്ങളുടെ എണ്ണം ലഭിക്കുന്നുള്ളതിലെ അത് ഇതിന്റെ ഉത്തരാണ്. ഇതാ 4ന്റെ ഗുണിതമാ ഇതിന്റെ ഉത്തരാണ്. എങ്ങനെ കണക്കാക്കും എന്നുള്ളത്. ഇനി ഈ കണക്കുകൂട്ടലും അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുക എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ താഴെ m/4 = s എന്നുള്ളത് കേട്ടോ. ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് എഴുതിയതാണ്. ഇനി അതുപോലെ രണ്ടാമത്തെ ചോദ്യത്തിന് പോവാം. തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ച് ഇങ്ങനെയും സമചതുരങ്ങൾ ഉണ്ടാക്കാം. അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഇതൊന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഓരോന്ന് 4 വേണ്ടി വന്നിരുന്നു. ഇവിടെ നോക്ക്, ഇവിടെ ഇത് എന്താണ്? ഇവിടെ 1 2 3 4 ആദ്യത്തെ സമചതുരം ഉണ്ടാക്കാൻ 4 ഉപയോഗിച്ചു. ഇനി അടുത്തത് ഉണ്ടാക്കാൻ നോക്ക്, 1 2 3 4 ഇത് ഓൾറെഡി ഈ ഫസ്റ്റത്തെ ഇതിന്റെയാണ്. ഇനി എക്സ്ട്രാ എത്ര നമ്മൾ ഉപയോഗിച്ചു? 1 2 3. അപ്പോൾ ഇത് ഈ 3 എക്സ്ട്രാ നമ്മൾ കൂട്ടി വെച്ചത് അല്ലേ? അപ്പൊ ഇവിടെ പുതിയ ഒരു സമചതുരം ഉണ്ടാക്കാൻ നമ്മൾ 3 തീപ്പെട്ടിക്കോലാണ് എക്സ്ട്രാ ഉപയോഗിച്ചത്, കൂടുതൽ ഉപയോഗിച്ചത്. ഇനി ഇവിടെ നോക്ക്, ഇത്രയും എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ഇതുവരെ ഉള്ളതാണ്. അതിന്റെ കൂടെ നമ്മൾ എത്ര എണ്ണം പുതിയത് കൂട്ടി? 1 2 3 3 കൂട്ടി. മനസ്സിലായോ? അതായത് നമുക്ക് ഇവിടെ കാണിച്ചു തരാം, മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. ആദ്യം നമ്മുടെ കയ്യിൽ ഇങ്ങനെ 4 തീപ്പെട്ടിക്കോല ഉപയോഗിച്ചിട്ട് ഒരു ചതുരം ഉണ്ടാക്കി. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? എക്സ്ട്രാ നമ്മൾ കൂട്ടിയത് എക്സ്ട്രാ 1 2 3 ഇങ്ങനെ 3 കൊണ്ട് നമുക്ക് 2 സമചതുരങ്ങൾ ഉണ്ടാക്കി. മനസ്സിലായോ? ഇനി അതിലൂടെ 2 കൂടി നമ്മൾ, അതായത് അതിലൂടെ എക്സ്ട്രാ 1 2 3 കൂട്ടി നമുക്ക് 3 ചതുരങ്ങൾ ഉണ്ടാക്കി. അപ്പൊ നമ്മളിവിടെ 3 ഇങ്ങനെ കൂട്ടിയിട്ടാണ് പുതിയ ചതുരങ്ങൾ ഉണ്ടാക്കുന്നത്. ആദ്യം പിക്ചർ ശരിക്കും മനസ്സിലാക്കി. ഇനി ചോദ്യം നോക്കാം. ഇങ്ങനെ സമചതുരങ്ങൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന സമചതുരങ്ങളുടെ എണ്ണവും അതിനായി വേണ്ടിവരുന്ന തീപ്പെട്ടിക്കോലുകളുടെ എണ്ണവും ഒരു പട്ടികയായി എഴുതി അവ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇത് നമ്മളൊരു ആദ്യം ഒരു പട്ടികയായിട്ട് എഴുതണം. എന്നിട്ട് അവ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് കണക്കാക്കണം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ നമുക്കിതാ ഇവിടെ പിക്ചർ മനസ്സിൽ വെക്കണേ. ഇങ്ങനെയുള്ള, അതായത് ഒട്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഒരു പട്ടിക ഉണ്ടാക്കാം. ആദ്യം നമുക്ക് സമചതുരങ്ങളുടെ എണ്ണം. സമചതുരങ്ങളുടെ എണ്ണം അത് ഒന്നാമത്തെ കോളാക്കി എടുത്തു. ഇനി അടുത്തത് നമുക്ക് കൊള്ളികളുടെ തീപ്പെട്ടിക്കൊള്ളികളോ തീപ്പെട്ടിക്കോലെന്തോ ആയിക്കോട്ടെ. എത്ര തീപ്പെട്ടിക്കോലുകൾ വേണം? ഇനി ആകെ എത്ര, മീൻസ് ഞാൻ എഴുതുമ്പോൾ മനസ്സിലാവും. ആകെ കോലുകൾ കേട്ടോ, ആകെ കോലുകൾ. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് കോളാക്കി എഴുതി. ഇനി നമുക്ക് നോക്ക്, ആദ്യത്തെ സമചതുരം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പറഞ്ഞാല് എങ്ങനായിരുന്നു? പിക്ചർ നോക്കണേ. ആദ്യം ഇങ്ങനായിരുന്നു. അപ്പൊ അവിടെ എത്ര ചതുരം ഉണ്ട്? 1 ഒരു സമചതുരാണ് അല്ലേ? അവിടെ എത്ര തീപ്പെട്ടിക്കോലുകൾ വേണ്ടി വന്നു? 1 2 3 4. അപ്പൊ ഇവിടെ ആകെ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 തന്നെയാണ്. ഒന്നാമത്തെ. ഓക്കെ, ഇനി രണ്ടാമത്തെ രീതി നോക്കണേ. രണ്ടാമത്തേല് ഇത് 1 ഒന്നാമത്തെ ചതുരം. ഇനി അതിന്റെ കൂടെ എക്സ്ട്രാ 1 2 3 കൂട്ടി. അപ്പൊ ഇവിടെ എത്ര ചതുരങ്ങളുണ്ട്? 2. തീപ്പെട്ടിക്കോലുകൾ എത്ര എണ്ണ വന്നത്? ആദ്യത്തെ 4, ആ 4 അതുപോലെ എഴുതി. അതിന്റെ കൂടെ ഒരു 3 കൂടി കൂട്ടി. മനസ്സിലാവണേ? ആദ്യത്തെ 4, അതിന്റെ കൂടെ 3 കൂടി കൂട്ടി. അപ്പൊ 4 3 എത്ര വന്നു? ആകെ 7 വന്നു. മനസ്സിലായോ? ഇനി ഇത്രയും ആദ്യം ഓൾറെഡി ഉണ്ട്, അതായത് ഇത് 4 ഇത് 3 കൂടിയിട്ട് 7 എണ്ണം ഓൾറെഡി ഉണ്ട്. ഇനി അത് കൂടെ നമുക്ക് എക്സ്ട്രാ കൂട്ടി കൊടുക്കണം. നമ്മള് എത്ര എണ്ണ കൂട്ടണത്? 1 2 3. അപ്പൊ മൊത്തത്തിൽ എത്ര ചതുരങ്ങളായി? 3 ചതുരങ്ങളായി. അപ്പൊ ഇവിടെ വരുമ്പോ എങ്ങനെയാണ്? ഓൾറെഡി ഇവിടെ 7 ഉണ്ട്, എണ്ണത്തിൽ കൂടെ നമ്മള് 3 കൂടി കൂട്ടി കൊടുത്തു. അപ്പൊ എന്ത് വന്നു? 10 എന്ന് വന്നു. മനസ്സിലാവുണ്ട് മക്കളെ? ഡൗട്ട് ഇല്ലല്ലോ? ഇനി അടുത്ത പിക്ചർ എന്ന് പറഞ്ഞാല്, ഇനി ഞാൻ എന്താ പറയാ, ഇവിടെ 4 ആണെങ്കിൽ എന്താണ്? ഇവിടെ 10 + 3 13. അങ്ങനെ വരും അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഞാൻ ഇവിടെ പിക്ചർ ഒന്നും വരയ്ക്കുന്നില്ല, ജസ്റ്റ് എഴുതി മാത്രം വരാം. ഇവിടെ 4 എണ്ണം ഉണ്ട് വിചാരിച്ചോ. 4 എണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ വരിക? ഇവിടെ ഈ 10 കൂടെ ഒരു 3 കൂടി ചേർന്നു, അപ്പൊ 13 വന്നു. ഇതാണ് നമ്മൾ എന്തുണ്ടാവുക? ആ ഒരു ഇവിടെ എന്താ നമ്മളോട് പറഞ്ഞത്? തീപ്പെട്ടിക്കളുടെ എണ്ണവും ഒരു പട്ടിക എഴുതി ഇവ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ. അപ്പൊ ബന്ധം എന്താ മനസ്സിലായി?
ഇവിടെ കൂടി വരണത് എത്രയും നമുക്ക് മനസ്സിലായി. ഇവിടെ 3 3 കൂടി വരികയാണ് മനസ്സിലായി അല്ലേ. ഓരോന്നിക്കും വരുമ്പോഴും എത്രയാണ് വരുന്നത്? ഇവിടെ 3 കൂടി ഇതിനെ കൂടി 3 കൂട്ടിയപ്പോൾ ഇത് വന്നു. അങ്ങനെ ഇവിടെ 3 3 ഇങ്ങനെ കൂടി കൂടി വരികയാണ്. ഓരോ ചതുരങ്ങൾ കൂടുമ്പോഴും 3 കോലുകളുടെ എണ്ണം കൂടും. 3 എണ്ണം എക്സ്ട്രാ അടുത്ത ചതുരം ഉണ്ടാക്കാൻ 3 കോലുകളാണ് വേണ്ടി വരിക. മനസ്സിലായോ? അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ചോദ്യം ഇവിടെ നോക്ക്. സമചതുരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയുടെ ചിത്രങ്ങൾ വരച്ച് ഈ ബന്ധം വിശദീകരിക്കുക. അതായത് 3 എണ്ണം കൂടുക എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാണ്ട്, ഇത് നമുക്കൊരു ജസ്റ്റ് ഒരു ഇക്വേഷൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാം. എന്താ, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഫുള്ള് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ പട്ടിക ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കുകയാണ് ഒന്നും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നോക്കാട്ടോ, ഈ പട്ടിക ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ നോക്ക്, ഒന്നാമത്തെ ഒരു സമചതുരം ആവുമ്പോൾ 4 കോലുകൾ വേണം. 2 എണ്ണാവുമ്പോൾ 7, 3 എണ്ണാവുമ്പോൾ 10, 4 എണ്ണാവുമ്പോൾ 13. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ 1 4 2 3 ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് നോക്ക്, ഏത് കളർ മാറ്റണം? മതി അല്ലേ, 2 മതി. ഇവിടെ നോക്ക്, ഈ 1നെ പിടിച്ച് 3 കൊണ്ട് ഗുണിച്ച് അതിലൂടെ 1 കൂട്ടുക. അപ്പൊ 1 × 3 3 + 1 എന്ത് വന്നു? ഈ 4 കിട്ടും. ഇനി 2 സമചതുരങ്ങളാവുമ്പോ 2നെ പിടിച്ച് 3 കൊണ്ട് ഗുണിക്കുക, അതിൽ കൂടി 1 കൂട്ടുക. അപ്പൊ എന്ത് വന്നു? 7. 2 × 3 6, 6 + 1 7. അടുത്തത് 3 ആവുമ്പോൾ 3നെ 3 കൊണ്ട് ഗുണിക്കുക പ്ലസ് 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. 3 × 3 9 + 1 10. അടുത്തത് 4 × 3 + 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 + 1 13. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലായി. ഇനി ഇപ്പൊ എങ്ങനെ പറയാ, 10 സമചതുരങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചോ. 10 സമചതുരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് 10 × 3 + 1 ചെയ്യാം. അപ്പോ എന്താണ് 10 × 3 30 + 1 31 കോലുകൾ വേണ്ടി വരും. ഇങ്ങനെയുള്ള 10 ചതുരങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് എത്ര വേണ്ടി വരും? 31 തീപ്പെട്ടിക്കോലുകൾ വേണ്ടി വരും. അപ്പൊ ജസ്റ്റ് അതായത് എത്ര സമചതുരമാണോ അതിനെ × 3 + 1. മനസ്സിലായോ? അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സമചതുരം ആകെ കോലുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് എഴുതി വെക്കാം, എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ഇവരെ ബന്ധം നമുക്ക് എഴുതാണ്ട്, അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? നമ്മളോട് ബന്ധം കാണാനാ പറഞ്ഞത്. പട്ടിക എഴുതി ബന്ധം കാണാൻ പറഞ്ഞു. അപ്പൊ ബന്ധം നമുക്ക് പറയാം. സമചതുരങ്ങളുടെ എണ്ണത്തെ എണ്ണത്തെ 3 കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടിയാൽ ആകെ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം ലഭിക്കും. കോലുകളുടെ എണ്ണം ലഭിക്കും. അതാണ് ഇതാണ് നമ്മുടെ ബന്ധം. ഇനി അടുത്തേക്ക് പോവാം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. സമചതുരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയുടെ ചിത്രങ്ങൾ വരച്ച് ഈ ബന്ധം വിശദീകരിക്കുക. അപ്പൊ നമുക്ക് ബന്ധം വിശദീകരിക്കാം. അതായത് ആദ്യത്തെ സമചതുരം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു അല്ലെ. അത് നമുക്ക് പൊട്ടിക്കാം. അതായത് പൊട്ടിക്കുമ്പോ എങ്ങനെയാണ്? 1 കൂട്ടണ പോലെ വരേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 2 3 3 തീപ്പെട്ടിക്കോലുകള്, അതിന്റെ കൂടെ 1. ആദ്യത്തെ പിക്ചർ ഇങ്ങനെയാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് താഴത്തേക്ക് വരയ്ക്കാം. ഞാൻ ഇവിടെ താഴത്തേക്ക് വരയ്ക്കാം, അല്ലാത്ത കൂടി ഞാൻ ഇപ്പുറത്തേക്ക് വരയ്ക്കാം കേട്ടോ. അടുത്ത പിക്ചർ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ആയിരുന്നു. ഇങ്ങനെ 2 ചതുരങ്ങൾ കൂട്ടിയിട്ടായിരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ആദ്യത്തെ ഇത് ഇങ്ങനെ അത് കൂടി ഒരു 3 കൂടി ഇപ്പൊ 2 3 അതായത് 1 2 3 1 2 3 അത് കൂടി ഒരു 1 കൂടി കൂട്ടി. അതല്ലേ ഈ ഒരു ഇത് ആണ്. ഇനി അടുത്തത് പറഞ്ഞാല് 3 എണ്ണം ഒരുമിച്ച് വന്നത് 1 2 3 ഇങ്ങനെ ഒരുമിച്ച് വന്നത്. നിങ്ങൾ സ്കെയിലൊക്കെ എടുത്ത് നേരെ വരയ്ക്കണം കേട്ടോ.
എനിക്ക് ഈ സ്ക്രീനിൽ വരയ്ക്കാൻ കുറച്ച് പരിമിതികളുണ്ട്, എഴുതാനും വരയ്ക്കാനൊക്കെ. അതുകൊണ്ട് ഒന്ന് വൃത്തിക്ക് എഴുതാനും നമുക്ക് പെന്നിൽ കൊണ്ട് എഴുതണ പോലെ ശരിയാവണില്ല. അതുകൊണ്ടാട്ടോ കുറച്ച്. അപ്പോൾ ഇത് ഒന്നാമത്തെ, അത് ഇത്രയും 1 2 3, അത് കൂടി ഒരു 3 കൂടി കൂട്ടുകയാണേ. അടുത്ത അപ്പോൾ ഇതിങ്ങോട്ട് ജോയിൻ ചെയ്താൽ ഇതിങ്ങോട്ട് ഒട്ടിച്ചാൽ ഇങ്ങോട്ടായിട്ടോ ഒരു ചതുരമായി. ഇനി അടുത്തത് ഒരു 3 കൂടി, അതകത്ത് ഒരു 1. അപ്പം നോക്ക് ഇതെന്താണ്? ഇവിടെ 3 + 1, ഇവിടെ 2 × 3 + 1, 2 3 കൂടെ 1. ഇവിടെ നോക്ക് 3 1 2 3 3 മൂന്നുകൾ 3 × 3 + 1 ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ പിക്ചർ വരയ്ക്കാൻ പറ്റും. ഇനി അതിന് അടുത്ത ചോദ്യം നോക്ക്. സമചതുരങ്ങളുടെ എണ്ണം S എന്നും ഉപയോഗിച്ച തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം M എന്നും എടുത്ത് ഈ ബന്ധം എഴുതുക. ഓക്കെ, നമുക്ക് എഴുതാൻ ബന്ധം എഴുതാം. നമ്മൾ ഈ ഒരു ബന്ധം നിങ്ങൾ ആലോചിക്കണേ. അതായത് സമചതുരങ്ങളുടെ എണ്ണം 3 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടാം. അപ്പം ഞാൻ ജസ്റ്റ് അത് അവിടെ തന്നെ വെച്ചിട്ട് ഇവിടെ ഞാൻ എഴുതി കാണിച്ചത്, കൺഫ്യൂഷൻ വരണ്ട. അതായത് കുറച്ചൊരു നിങ്ങൾക്കൊരു ഡൗട്ട് വരണ ഒരു ഭാഗമാണിത്. അപ്പോൾ ഇവിടെ സമചതുരങ്ങളുടെ എണ്ണം, സമചതുരം S ആണ് എടുക്കാൻ പറഞ്ഞത്. S കോലുകൾ എന്നൊക്കെ എഴുതണോളൂ. തീപ്പെട്ടി കോലുകൾ എന്ന് നിങ്ങൾക്ക് അറിയാലോ. M നോക്കി എടുത്തോ. ഇനി ഇവർ തമ്മിലുള്ള ബന്ധം കാണാം. നമുക്ക് സമചതുരങ്ങളുടെ എണ്ണത്തെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ S-നെ 3 കൊണ്ട് ഗുണിക്കണം. മനസ്സിലായോ? അപ്പോൾ 3 × S, അത് കൂടി 1 കൂട്ടണം +1. ഇതെന്താണ്? ഇത് തീപ്പെട്ടിക്കോലുകളുടെ എണ്ണാണ്. അപ്പം നമുക്ക് ഒന്നും കൂടി ഇതാക്കിയിട്ട് 3 × S നമുക്ക് ഇങ്ങനെ എഴുതാം. 3S എന്ന് എഴുതാം. ഈ ഇൻറ്റു ചിഹ്നം കളയാം, ഗുണന ചിഹ്നം കളയാം. +1 പറഞ്ഞാൽ എന്താണ്? M. അപ്പം നമുക്ക് എന്ത് കിട്ടി? M. തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3S + 1 ആണ് എന്ന് കിട്ടി. ഇതാണ് നമ്മൾ ആ ബന്ധം കാണുന്ന ഇത് കേട്ടോ. ബന്ധം ഇതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇതിൽ S-ഉം M-ഉം ഏത് തരം സംഖ്യകളാണ്? അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ S-ഉം M-ഉം ഒക്കെ എന്താണ്? എണ്ണൽ സംഖ്യകളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് എഴുതാം. ഇത് എന്ത് തരം സംഖ്യകളാണ്? എണ്ണൽ സംഖ്യകൾ. എണ്ണൽ സംഖ്യകൾ. ഓക്കെ, നെക്സ്റ്റ് നോക്ക്. 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഒരു സംഖ്യ എടുത്താൽ അത്രയും തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് ഇതുപോലെ എത്ര സമചതുരം ഉണ്ടാക്കാമെന്ന് കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഒന്നുകൂടി ശ്രദ്ധിക്കണേ. 3 കൊണ്ട് നമ്മുടെ കുറച്ച് തീപ്പെട്ടിക്കോലുകൾ നമ്മുടെ കയ്യിൽ തന്നു. ഇന്നാ പിടിച്ചോ പറഞ്ഞു തന്നു. നമ്മൾ നോക്കുമ്പോൾ അതിനെ 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം അല്ലെങ്കിൽ 1 ശിഷ്ടം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്ന ആ കോലുകളെ കൊണ്ട് എത്ര സമചതുരം ഉണ്ടാക്കാന്നാണ് ചോദ്യം. നമുക്ക് കുറച്ച് തീപ്പെട്ടിക്കോലുകൾ തന്നു. അതിനെ നമ്മൾ ഹരിച്ചു നോക്കുമ്പോൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 1 ശിഷ്ടം കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര സമചതുരം ആ കോലുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായ ഒരു കുഴപ്പമില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൽ നമ്മളിവിടെ 1 കൂട്ടിയില്ലേ, ഈ കൂട്ടിയ 1 ആദ്യം കുറയ്ക്കാം. അപ്പൊ എന്ത് വരും? 3S എന്ന് മാത്രം വരും. അതിനെ 3 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. നമുക്ക് പറഞ്ഞു തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3 × സമചതുരങ്ങളുടെ എണ്ണം +1 ആണ്. അപ്പൊ ആദ്യം ഈ +1 ഇല്ലേ, അത് നമുക്കൊന്നും കുറയ്ക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, തീപ്പെട്ടിക്കോലുകളുടെ എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കുക. അപ്പൊ നമുക്ക് സ്റ്റെപ്പായിട്ട് എഴുതാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതണം? തന്നിരിക്കുന്ന തീപ്പെട്ടിക്കോലുകളുടെ എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കുക. 1 കുറയ്ക്കണം. അപ്പൊ എന്തായി? അപ്പൊ നമുക്ക് ഇതൊന്ന് 1 കുറയ്ക്കുകയാണെങ്കിൽ 1 പോകുമ്പോൾ ബാക്കി 3S എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് കിട്ടിയ ഉത്തരത്തിനെ 3 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ എത്ര സമചതുരത്തിന്റെ എണ്ണാണെന്ന് കിട്ടുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് കിട്ടിയ ഉത്തരത്തെ 3 കൊണ്ട് ഹരിക്കുക. 3 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ നമുക്ക് സമചതുരങ്ങളുടെ എണ്ണം കിട്ടും. ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യില് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു 10 തീപ്പെട്ടിക്കോലുകൾ തന്നു എന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അതിന്ന് ആദ്യം 1 കുറയ്ക്കുക.
അപ്പൊ എന്ത് കിട്ടി 9. ആ 9നെ 3 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി 3. അപ്പൊ നമുക്ക് മനസ്സിലായി 3 സമചതുരങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക. അല്ലെങ്കിൽ പറഞ്ഞു നിങ്ങൾക്ക് 31 തീപ്പെട്ടിക്കോലുകൾ നിങ്ങളുടെ കയ്യിൽ തന്നു. അപ്പോ ഈ കോലുകൾ കൊണ്ട് എത്ര സമചതുരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പെട്ടെന്ന് പറയാൻ എന്താ ചെയ്യാം? 31 ആദ്യം 1 കുറച്ചു. അപ്പൊ എന്ത് കിട്ടി? 30 കിട്ടി. ആ 30നെ 3 കൊണ്ട് ഹരിക്കുക. അപ്പൊ എന്ത് കിട്ടി? 10 കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി 10 സമചതുരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിന് 31 തീപ്പെട്ടിക്കോലുകൾ ആവശ്യമാണ് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഈ കണക്കുകൂട്ടലും അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുക. അപ്പൊ നമുക്ക് എഴുതാം. അപ്പോ ഇവിടെ തന്നെ എഴുതാണ്. ഞാൻ ജസ്റ്റ് മായ്ക്കുന്നുണ്ട്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് കിട്ടിയ തീപ്പെട്ടിക്കോലുകൾ, അതായത് നമുക്ക് എത്ര തീപ്പെട്ടിക്കോലാണ് കിട്ടിയത് അതിൽ നിന്നും 1 കുറയ്ക്കണം. അപ്പൊ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം m എന്നാണ് എടുക്കണല്ലേ. അപ്പോ തീപ്പെട്ടിക്കോളുടെ m അതൊന്ന് 1 കുറച്ചു. ഇനി അതിനെ 3 കൊണ്ട് ഹരിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാ? ബൈ 3. ഇതെന്താണ്? ഇതാണ് സമചതുരങ്ങളുടെ എണ്ണം. അപ്പൊ സമചതുരങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണത്തിൽ നിന്നും 1 കുറച്ചതിനെ 3 കൊണ്ട് ഹരിക്കുക. അപ്പൊ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം m, അതിൽ നിന്നും 1 കുറച്ചു. ആ കിട്ടിയ ഉത്തരത്തിനെ 3 കൊണ്ട് ഹരിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? s ഈക്വൽ ടു m മൈനസ് 1/3 എന്നുള്ള ഉത്തരം കിട്ടി. ഓക്കെ, ഇനി ഇവിടെ അടുത്ത ചോദ്യം നോക്കാം. ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ച് ഒരേ എണ്ണം സമചതുരങ്ങൾ ആദ്യത്തെ ചോദ്യത്തിലെ പോലെയും രണ്ടാമത്തെ ചോദ്യത്തിലെ പോലെയും ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ച കോലുകളുടെ എണ്ണത്തിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത്? അതായത് നമ്മളിപ്പോ 2 രീതിയിൽ കണ്ടു അല്ലേ? എന്താ പറയാ, ഒന്നാമത്തേത് പറഞ്ഞാല് വിട്ടിരിക്കണം. അതായത് ഓരോ 4 എണ്ണം ഇങ്ങനെ നമ്മൾ ആദ്യത്തെ സമചതുരങ്ങൾ ഇങ്ങനെ ഓരോ 4 തീപ്പെട്ടിക്കോലുകൾ കൂട്ടി വെച്ചിട്ട് നമുക്ക് പുതിയ സമചതുരങ്ങൾ ഉണ്ടാക്കണം കണ്ടു. അടുത്തതിൽ നമ്മൾ പിന്നെ ഇങ്ങനെ, അതായത് ഒട്ടി, ഇതൊന്ന് വേറെ വീടുകളെ പോലെ, ആദ്യത്തെ ഇതൊന്ന് ചെറിയ ഫ്ലാറ്റുകളെ പോലെ ഇങ്ങനെയുള്ള സമചതുരങ്ങൾ ഉണ്ടാക്കണം. ഓരോന്നിനും എക്സ്ട്രാ 3 എണ്ണം കൂട്ടിയിട്ട് സമചതുരങ്ങൾ ഉണ്ടാക്കണം. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ 2 രീതിയിൽ ഉണ്ടാക്കുമ്പോഴും ഉപയോഗിച്ച കോലുകളുടെ എണ്ണത്തിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോ ആദ്യം നമുക്ക് കോളാക്കി എഴുതാം. എന്നാൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കും. ആദ്യം സമചതുരങ്ങളുടെ എണ്ണം ട്ടോ. സമചതുരങ്ങൾ ആദ്യത്തെ കോളം കൊടുക്കാം. ഇനി ഒന്നാമത്തെ നമുക്ക് അതായത് ആദ്യത്തെ രീതി 1 എന്ന് കൊടുക്കാം. രീതി 1, അതായത് അപ്പൊ നമ്മൾ എങ്ങനെ ഇടുന്നു? നമ്മള് 4s എന്നുള്ള രീതിയിലാണ് m ഈസ് ഈക്വൽ ടു 4s എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചത്. അടുത്തത് രീതി 2. അതിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചത്? 3s പ്ലസ് 1 ഇങ്ങനെയായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഇനി വ്യത്യാസം കൂടി ഒരു കോളം വേണം. ഇവിടെ വ്യത്യാസം കൂടി വേണേ. അപ്പൊ നമുക്ക് വ്യത്യാസം കാണാൻ സുഖമാണ് ഇങ്ങനെ കാണുമ്പോൾ. ഇനി ആദ്യം ഒന്ന് സമചതുരാകുമ്പോൾ ഇവിടെ 4s എന്തായിരിക്കും? 4 കോലുകളാണ് നമുക്ക് വേണ്ടി വന്നത് അല്ലേ? അപ്പോൾ ഇനി രീതി 2 നമുക്ക് കോലുകൾ എത്ര വേണ്ടത്? അപ്പോഴും 4 ആയിരുന്നു. അവിടെ വ്യത്യാസം 4 മൈനസ് 4 എന്താണ്? 0 ആദ്യത്തെ വ്യത്യാസം. ഇനി 2 സമചതുരായിരിക്കുമ്പോൾ, അതായത് 2 സമചതുരം എന്ന് പറഞ്ഞാൽ സമചതുരങ്ങൾ 2 ആകുമ്പോൾ ഒന്നാമത്തെ കേസിൽ ഇങ്ങനെയും രണ്ടാമത്തെ കേസിൽ ഇങ്ങനെയാണ് 2 എണ്ണം. അപ്പോൾ ഇവിടെ നമ്മള് ആദ്യത്തെ കേസിൽ 4s എന്ന് പറയാം, 2 × 4 എന്ന് പറയാം 8. നമുക്ക് എത്ര കൊള്ളികൾ വേണ്ട വന്നു? ഇത് കൊള്ളികളുടെ എണ്ണ കേട്ടോ, കോലുകളുടെ എണ്ണമാണ്. കോലുകളുടെ എണ്ണം അതാണ് രീതി 1 രീതി 2 കൊടുത്തത് കേട്ടോ. അപ്പൊ ഇവിടെ എന്തിനാണ്? ഇവിടെ 3 × 2 + 1 3 6 3 7. അപ്പൊ ഇവിടെ വ്യത്യാസം എന്താണ്? 8 മൈനസ് 7 ആണ് വ്യത്യാസം. ഇവിടെ എന്താണ് വ്യത്യാസം? 1. 8ൽ നിന്നും 7 കുറയ്ക്കുമ്പോൾ 1 കിട്ടി. ഇനി 3 എണ്ണാവുമ്പോൾ ഇവിടെ എങ്ങനെ എത്ര കോലുകൾ വേണം? 3 × 4 12. ഇവിടെ 3 × 3 × 3 9 9 + 1 10. അപ്പൊ തമ്മിൽ വ്യത്യാസം എന്താണ്? വ്യത്യാസം 12ൽ നിന്നും 10 കുറയ്ക്കുമ്പോൾ 2 എന്ന് വ്യത്യാസം കിട്ടി. ഇനി ഇവിടെ 4 ത്രികോണങ്ങളാണെങ്കിലോ, അപ്പൊ ഇവിടെ എത്രയാണ്? 4 × 4 16. ഇനി രണ്ടാമത്തേലാണെങ്കിൽ 4 × 3 12 + 1 13. അപ്പൊ 16 ന്നും 13 വ്യത്യാസം എന്താണ്? 3.
അപ്പൊ നമുക്ക് വ്യത്യാസം ഇങ്ങനെ കൂടി കൂടി ഓരോന്ന് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് അല്ലേ. നമ്മളോട് ചോദ്യത്തിൽ എന്താ പറഞ്ഞത്, എന്ത് വ്യത്യാസമാണ് വരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഓരോ വ്യത്യാസമാണ് വരുന്നത് മനസ്സിലായി അല്ലേ. ഇവിടെ 8 നിന്നും 7 പോയി 1 കിട്ടി, 12 നിന്നും 10 പോയപ്പോൾ 2 കിട്ടി. അങ്ങനെ നമുക്കിങ്ങനെ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് അതിലടുത്ത ചോദ്യം എന്താ നോക്കാം. സമചതുരങ്ങളുടെ എണ്ണം എസ് എന്നും രണ്ടു തരത്തിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കോലുകളുടെ എണ്ണത്തിലെ വ്യത്യാസം ഡി എന്നും എടുത്താൽ എസും ഡിയും തമ്മിലുള്ള ബന്ധം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്കൊന്ന് കളർ മാറ്റാം. അതേ സമചതുരങ്ങളുടെ എണ്ണം നമ്മൾ എസ് ആക്കി എടുത്തു. ഈ വ്യത്യാസം എന്നുള്ളത് ഡി, ഡിഫറൻസ് എന്നുള്ളത് ഡി ആക്കി എടുത്തു. ഈ എസും ഡിയും തമ്മിൽ എന്താണ് ബന്ധം നോക്കണം. അപ്പൊ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ 1, അതായത് വ്യത്യാസം 0 എന്ന് പറഞ്ഞാല് എന്താണ്, സമചതുരങ്ങൾ 1 ആവുമ്പോൾ, സമചതുരങ്ങളുടെ എണ്ണം 1 ആവുമ്പോൾ വ്യത്യാസം 0 ആയി. സമചതുരങ്ങളുടെ എണ്ണം 2 ആകുമ്പോൾ വ്യത്യാസം എന്തായി, 1 ആയി. സമചതുരങ്ങളുടെ എണ്ണം 3 ആയപ്പോ വ്യത്യാസം എന്തായി, 2. ഇവര് മാത്രം നോക്കട്ടെ. അതായത് ഇത് 1 ആയപ്പോ ഇത് 0 ആയി, ഇത് 2 ആയപ്പോ ഇത് 1 ആയി, ഇത് 3 ആയപ്പോ ഇവിടെ 2 ആയി, ഇത് 4 ആയപ്പോ ഇവിടെ 3 ആയി. ഇനി അടുത്ത് നോക്കി, ഇവിടെ 5 ആണ് വിചാരിച്ചോ. സമചതുരങ്ങളുടെ എണ്ണം 5 ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇവിടെ 4 ആയിരിക്കും. എങ്ങനെയാ അത് കിട്ടിയത്? അല്ലെങ്കിൽ ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇവിടെ 9 ആയിരിക്കും. അത് എങ്ങനെയാ കിട്ടിയത്? ഈ സമചതുരങ്ങളുടെ എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വ്യത്യാസം കിട്ടും അല്ലേ. 2 നിന്നും 1 കുറയ്ക്കുമ്പോൾ ഇവിടുത്തെ ഈ 1 കിട്ടും. 3 നിന്നും 1 കുറയ്ക്കുമ്പോൾ ഇവിടുത്തെ ഈ 2 കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്താണ് മനസ്സിലായത്, സമചതുരങ്ങളുടെ എണ്ണം, അതായത് വ്യത്യാസം ഈക്വൽ ടു സമചതുരങ്ങളുടെ എണ്ണം. സമചതുരങ്ങളുടെ എഴുതിയാൽ എത്ര സമചതുരങ്ങളാണ്, -1 എന്ന് കിട്ടി. ഇനി വ്യത്യാസം നമ്മളോട് ഡി എന്നുള്ള ലെറ്റർ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഈക്വൽ ടു, സമചതുരം എസ് ആണെങ്കിൽ ഡി ഈക്വൽ ടു S-1 എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഈ ബന്ധത്തിന്റെ കാരണം വിശദീകരിക്കുക. അപ്പൊ ഈ ബന്ധത്തിന്റെ കാരണം വിശദീകരിക്കാം. അപ്പോ ജസ്റ്റ് ആദ്യം മനസ്സിലാക്കി വെക്കാം. ആദ്യത്തെ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറിട്ട് നിൽക്കണല്ലേ. അതായത് വേറിട്ട് നിൽക്കണ വീടാന്ന് വിചാരിക്കാം. നമ്മൾ സാധാരണ നമ്മളെ വീടുകൾ വെക്കില്ലേ, അങ്ങനെ വീടുകളാന്ന് വിചാരിച്ചോ. അതായത് ഇതൊരു വീട്, ഇതൊരു വീട്, ഇതൊരു വീട്. അടുത്ത രീതി എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്, ഇത് ഫ്ലാറ്റ് പോലെ, അതായത് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ്, കൂട്ടിമുട്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് 4 മതിലുകൾ വേണം. പുതിയ 1 2 3 4, 1 2 3 4, അങ്ങനെ 4 പുതിയ മതിലുകൾ വേണം. പക്ഷെ ഈ രീതിയിൽ പറഞ്ഞാൽ ഈ ഒരു മതില് ഈ 2 വീട്ടുകാർക്കും എന്താണ്, പൊതുവാണ്, കോമൺ ആണ്. അപ്പൊ 2 പേർക്കും കൂടി ഒരു മതിൽ മതി, ബാക്കി എക്സ്ട്രാ 3 മതിൽ മതി. കൂടുതൽ എത്ര മതി, 3 മതിലുകൾ മതി. അവിടെ 1 എന്താണ്, പൊതുവാണ്. മനസ്സിലായോ? ഇനി നമ്മൾ ഈ മൊത്തത്തിൽ ഇങ്ങനെ 3 ചതുരങ്ങൾ എടുക്കുമ്പോൾ ഈ ഒന്നും പൊതുവാണ്. 3 ചതുരങ്ങൾ എടുക്കുമ്പോൾ അവിടെ 2 എണ്ണം പൊതുവാണ്. ഈ 4 എണ്ണം എടുക്കുമ്പോൾ അവിടെ 3 എണ്ണം പൊതുവായിരിക്കും. മനസ്സിലായോ? ഇത് എങ്ങനെ എഴുതാം നമുക്ക് എത്ര സമചതുരങ്ങൾ ഉണ്ടോ നമുക്ക് എഴുതാം. എത്ര സമചതുരങ്ങൾ ഉണ്ടോ അവയെ തമ്മിൽ യോജിപ്പിക്കുന്ന ഭാഗങ്ങളുടെ എണ്ണം സമചതുരങ്ങളുടെ എണ്ണത്തേക്കാൾ 1 കുറവായിരിക്കും. സമചതുരങ്ങളുടെ എണ്ണത്തേക്കാൾ 1 കുറവായിരിക്കും. അതാണ് അവിടെ നമ്മൾ S-1 എന്ന് എടുക്കാൻ കാരണം. ആ ഒരു കോളി നമുക്ക് അവിടെ ലാഭിക്കാം. ഫ്ലാറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചുമരുകൾ നമുക്ക് ലാഭിക്കാം. കാരണം 2 ചുമരുകൾ എന്താണ്, 1 പൊതുവായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനി ഈ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കുട്ടി 25 തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലെ പോലെ സമചതുരങ്ങൾ ഉണ്ടാക്കി. ഒരു കുട്ടിയില്ലേ, രണ്ടാമത്തെ പോലെ, അതായത് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു, 25 തീപ്പെട്ടിക്കോൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുറെ സമചതുരങ്ങൾ ഉണ്ടാക്കി. അപ്പൊ എത്ര എണ്ണം തന്നിട്ടില്ല, എത്ര സമചതുരം ഉണ്ടാക്കി തന്നിട്ടില്ല.
ഇതേ എണ്ണം സമചതുരങ്ങൾ ആദ്യത്തെ രീതിയിൽ ഉണ്ടാക്കാൻ എത്ര കോലുകൾ വേണ്ടി വരും? കുട്ടി 25 തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുറെ എന്തുണ്ടാക്കി? സമചതുരങ്ങൾ ഉണ്ടാക്കി. ആ എത്ര എണ്ണം ഉണ്ടാക്കിയത് അത്ര തന്നെ സമചതുരങ്ങൾ രണ്ടാമത്തെ രീതിയിൽ, അതായത് ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കാൻ എത്ര കോലുകളാണ് വേണ്ടി വന്നിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. ചോദ്യം നന്നായിട്ട് മനസ്സിലാക്കിയാലോ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം കുട്ടിയുടെ കയ്യിൽ 25 തീപ്പെട്ടിക്കോലുകൾ കൊടുത്തു. കുട്ടി അതുകൊണ്ട് എന്ത് ചെയ്തു? കുറെ 25 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ കുറെ സമചതുരങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ എത്ര സമചതുരങ്ങൾ ഉണ്ടാക്കിയെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം, നമ്മൾ ആദ്യം നമുക്ക് എഴുതാം. രണ്ടാമത്തെ രീതിയിൽ സമചതുരങ്ങളുടെ, അതായത് രണ്ടാമത്തെ രീതിയിൽ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ m = നമ്മൾ കണ്ടു 3s+1, അതായത് തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3 × സമചതുരങ്ങളുടെ എണ്ണം +1 എന്നാണ് അല്ലേ. ഇതിൽ നിന്ന് നമ്മൾ സമചതുരങ്ങളുടെ എണ്ണം കാണാനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. സമചതുരങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ആകെ തീപ്പെട്ടിക്കോലിൽ നിന്നും 1 കുറയ്ക്കുക, അതിനെ 3 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് രണ്ടാമത്തെ രീതിയിൽ ആദ്യം സമചതുരങ്ങളുടെ എണ്ണം കാണണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സമചതുരങ്ങളുടെ എണ്ണം നമുക്ക് മലയാളത്തിൽ തന്നെ എഴുതാം. സമചതുരങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് m എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ m എന്ന് പറഞ്ഞാൽ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 25 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 25 - 1 ആദ്യം ചെയ്യണം, അതിന് 3 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 25 - 1 എന്ന് പറഞ്ഞാൽ 24. 24 × 3 പറഞ്ഞാൽ നമുക്കറിയാം 3 8 24 അപ്പൊ എന്താണ്? 8 ആണ് അല്ലേ. അപ്പൊ സമചതുരങ്ങളുടെ എണ്ണം എന്ത് കിട്ടി? s = 8 എന്ന് കിട്ടി. മനസ്സിലായോ? ഇനി കുട്ടി എന്ത് ചെയ്യാണ്? ഇതേ എണ്ണം സമചതുരങ്ങൾ എങ്ങനെ ഉണ്ടാക്കാണ്? ആദ്യത്തെ രീതിയിൽ, അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാണ്. 8 സമചതുരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാണ് കുട്ടി, ഇങ്ങനെ ഉണ്ടാക്കാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് എത്ര തീപ്പെട്ടിക്കോലുകൾ ആവശ്യമായിട്ടുണ്ടായിരിക്കാം? അതാണ് അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? s = 8 എന്ന് കിട്ടി. ഇനി നമുക്ക് എഴുതാം. ആദ്യത്തെ രീതിയിൽ രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 4s ആണ്, നമുക്കറിയാം. ഓക്കെ. ഇനി നമുക്ക് തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം കാണാം. m4 × s എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര? 8 കിട്ടിയിട്ടുണ്ട്. കാരണം 8 എണ്ണം ഉണ്ടാക്കാൻ എത്ര ഉണ്ട്? അപ്പൊ 8 4 32. അപ്പൊ m = 32. അതായത് തീപ്പെട്ടിക്കോലുകൾ എത്ര എണ്ണം വേണ്ടി വന്നിട്ടുണ്ടാവും ആദ്യത്തെ രീതിയിൽ? അതായത് ആദ്യത്തെ 25 തീപ്പെട്ടിക്കോലുകളുണ്ട് ആ കുട്ടി 8 സമചതുരങ്ങൾ ഉണ്ടാക്കി. രണ്ടാമത്തെ രീതിയിൽ, ആദ്യത്തെ രീതിയിലാണ് ആ കുട്ടി ആ 8 സമചതുരങ്ങൾ ഉണ്ടാക്കാൻ 32 തീപ്പെട്ടിക്കോലുകൾ ആ കുട്ടിക്ക് എന്തായിട്ടുണ്ടായിരിക്കും? ആവശ്യമായിട്ടുണ്ടാവായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം, ഈ ചിത്രങ്ങൾ നോക്കുക. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. വശങ്ങളുടെ നീളം 1 സെന്റിമീറ്റർ ആയ സമചതുരമാണ് ആദ്യ ചിത്രം. അപ്പോ ഇതിലെ വശങ്ങളുടെ നീളം ഒക്കെ എത്രയാണ്? ഓരോ സെന്റിമീറ്റർ വെച്ചിട്ടാണ്. അതാണ് ആദ്യത്തെ ചിത്രം തന്നിരിക്കുന്നത്. 1 1 1. ഇത്തരം 2 സമചതുരങ്ങൾ ചേർത്തുണ്ടാക്കിയ ചതുരമാണ് രണ്ടാം ചിത്രം. അതായത് ഇങ്ങനെ ഒന്നും കൂടി ഇവിടെ ചേർത്ത് വെച്ചു. അതായത് ഇത് 1 എല്ലാ വശങ്ങളും എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇത്തരം 3 സമചതുരങ്ങൾ ചേർത്ത ചതുരമാണ് മൂന്നാമത്തേത്. അടുത്തത് എല്ലാം എത്ര? ഓരോന്ന് സെന്റിമീറ്റർ ആയിരിക്കും. ഓരോന്നിന്റെയും ചുറ്റളവ് കണക്കാക്കുക. അപ്പൊ നമുക്ക് നോക്കിയേക്കാം എങ്ങനെയാണ് ചുറ്റളവ് കണക്കാക്കാം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് കോളം വെച്ചിട്ട് തന്നെ ചെയ്യാം. സമചതുരങ്ങളുടെ എണ്ണം, അതായത് ചതുരങ്ങൾ എന്ന് കൊടുക്കാം. എല്ലാം സമചതുരങ്ങളല്ലല്ലോ. ചതുരങ്ങളുടെ എണ്ണം ആദ്യത്തെ കോളത്തിൽ കൊടുക്കാം. ഇനി ഇവിടെ വശങ്ങൾ എന്ന് കൊടുത്തു. നെക്സ്റ്റ് ചുറ്റളവ് എന്ന് കൊടുക്കാം. അപ്പോ ആദ്യത്തെ ചിത്രം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ആയിരുന്നു അല്ലെ. ഒരു സമചതുരം, അത് എണ്ണം എത്രയാണ്? 1 ആണ്. ഒരു സമചതുരം ആകുമ്പോ വശങ്ങൾ എന്താണ്? ഇതൊന്ന്. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാം 1 1 1 1. അപ്പൊ ചുറ്റളവ് പറഞ്ഞാൽ ചുറ്റുള്ള അളവാണ്, എല്ലാം കൂടി കൂട്ടാം. അപ്പൊ ഈ 4 ഒന്നുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി അടുത്ത കേസിൽ നോക്കാം. അടുത്ത കേസിൽ ഇങ്ങനെ ഒരു ചതുരം, അപ്പൊ ഇവിടെയും 1 ഇവിടെയും 1, ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1. അപ്പൊ ഇവിടെ എത്ര ചതുരങ്ങളുണ്ട്? 2 ചതുരങ്ങളാണ്. വശങ്ങൾ നോക്ക്. ഈ വശം എന്ന് പറഞ്ഞാല്
ഇത് പറഞ്ഞാൽ ഈ ഒന്നും ഒന്നും കൂടിയും കൂട്ടിയിട്ട് മൊത്തം ഇത് 2 ഉണ്ടാവും. താഴെ തന്നെ ഈ ഒന്നും ഒന്നും കൂടിയും കൂട്ടിയിട്ട് ഇവിടെ 2 ഉണ്ടായിരിക്കും. ഇവിടെ വശങ്ങൾ ഒന്നാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ആദ്യം 2 1 2 1 ഇതായിരിക്കും അതിന്റെ വശങ്ങൾ അല്ലെ. ചുറ്റളവ് പറഞ്ഞാൽ 2 1 3 3 2 5 5 1 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 6 സെന്റിമീറ്റർ കിട്ടി. ഇനി അടുത്ത ചതുരാണെങ്കിലോ, അടുത്തത് ഇങ്ങനെ 3 ചതുരങ്ങൾ ഒന്ന് ഇങ്ങനെ കൃത്യമായിട്ട് അളന്നിട്ടോ നല്ല വരയ്ക്കണം. നമുക്ക് മനസ്സിലായാൽ മതിയല്ലോ. അപ്പൊ ഇവിടെ ഇതൊന്ന് 1 1 മൊത്തത്തിൽ ഇവിടെ എന്തായിരിക്കും? 3 ഉണ്ടായിരിക്കും ഈ വശം. താഴെ വരെ 1 1 1 മൊത്തത്തിൽ 3 ഇവിടെ ഓരോന്ന് വശങ്ങൾ. അപ്പൊ എന്താണ്? 3 1 3 1 കൂട്ടുമ്പോൾ എന്താണ്? 3 3 6 6 8 8 സെന്റിമീറ്റർ ആയിരിക്കും ചുറ്റളവ്. മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം, ഇത്തരം 4 സമചതുരങ്ങൾ ചേർന്ന ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? 5 സമചതുരങ്ങളോ? അപ്പൊ 4 5 എണ്ണത്തിന്റെ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് നോക്കാം. ഇങ്ങനെ 4 എണ്ണാണെങ്കിൽ എന്തായിരിക്കും? അതായത് ഇവിടെ 4 എണ്ണത് വിചാരിച്ചോ, 4 ചതുരങ്ങളായിരിക്കുമ്പോ ഒരു വശം എന്തായിരിക്കും? ഈ വശം ഇവിടെ ഒന്നും കൂടി ആവും. അപ്പൊ ഇവിടെ 4 ആയി. അപ്പൊ ഇവിടെ 4 വീതി 1 4 1 വരും. അപ്പൊ 4 4 8 8 2 10 സെന്റിമീറ്റർ വരും. അതായത് 4 വശങ്ങളാണെങ്കിൽ എന്തായിരിക്കും? 10 സെന്റിമീറ്റർ ആണെന്ന് വരും. ഇനി 5 ഇനി ഇവിടെ എഴുതാൻ 5 ആണെങ്കിലോ, 5 ചതുരങ്ങളാണെങ്കിലോ 5 വശങ്ങൾ എന്താണ്? 5 1 5 1 വരും. അതായത് നീളങ്ങൾ 2 5 വീതികൾ 1. അപ്പൊ 5 5 10 10 2 12 സെന്റിമീറ്റർ വരും ഇതിന്റെ ചുറ്റളവ്. മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം, ആദ്യം മുതൽ ഓരോ ചതുരത്തിലെയും സമചതുരങ്ങളുടെ എണ്ണവും ചതുരത്തിന്റെ ചുറ്റളവും പട്ടികയായി എഴുതുക. നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. സമചതുരങ്ങളുടെ എണ്ണവും ചുറ്റളവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ബന്ധത്തിന്റെ കാരണം വിശദീകരിക്കുക എന്നാണ് ആദ്യത്തെ ചോദ്യം. അടുത്ത ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. നമ്മളിതാ പട്ടികയായിട്ട് എഴുതിയിട്ട് നമ്മൾ ഇനി അവിടെ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. അപ്പോ നമുക്ക് നോക്കാം. ബന്ധങ്ങൾ എന്ന് പറഞ്ഞാല് ഇവിടെ നോക്ക്, ചതുരങ്ങളുടെ എണ്ണം 1 ആയപ്പോ ചുറ്റളവ് എത്രയാണ്? 4 സെന്റിമീറ്റർ ആയില്ലേ. ചതുരങ്ങളുടെ എണ്ണം 2 ആയപ്പോ ചുറ്റളവ് 6 ആയി. ഇവിടെ ഇത് 3 ആയപ്പോ ഇത് 8 ആയി. 4 ആയപ്പോ ഇത് 10 ആയി. അപ്പൊ ഇവര് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് പറയല്ലേ. അപ്പൊ ചതുരങ്ങളുടെ എണ്ണം കൂടുമ്പോ എന്താണ്? ഓരോ എണ്ണം കൂടുമ്പോഴും നമുക്ക് 4 6 ആയി, 6 8 ആയി, 8 10 ആയി, പിന്നെ 12 ആയി. അപ്പൊ 2 വെച്ചിട്ടാണ് കൂടുന്നത് അല്ലെ. അപ്പൊ ചതുരങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ചുറ്റളവ് 2 സെന്റിമീറ്റർ കൂടുന്നുണ്ട് അല്ലെ. ഓരോ തവണയും ചതുരങ്ങൾ കൂടുമ്പോൾ ചുറ്റളവ് 2 സെന്റിമീറ്റർ വീതം കൂടുന്നുണ്ട്. അപ്പൊ ഞാനതൊന്ന് എഴുതി കാണിച്ചു തരാം. നമുക്ക് ബന്ധം കാണാൻ പറഞ്ഞത് നമുക്ക് എഴുതാം. ഓരോ തവണയും ചതുരങ്ങൾ കൂടുമ്പോൾ, ചതുരങ്ങളെന്നോ അല്ലെ ചതുരങ്ങളുടെ എണ്ണമെന്നോ ഇങ്ങനെ എഴുതാം കേട്ടോ. ചതുരങ്ങൾ കൂടുമ്പോൾ ചുറ്റളവ് 2 സെന്റിമീറ്റർ വീതം കൂടുന്നുണ്ട്. 2 സെന്റിമീറ്റർ വീതം കൂടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2 സെന്റിമീറ്റർ വീതം വെച്ചിട്ടാണ് കൂടുന്നത് അല്ലെ. അതായത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉണ്ട്. സമചതുരങ്ങളുടെ എണ്ണം എസ്. ഈ ബന്ധത്തിന്റെ കാരണം വിശദീകരിക്കാൻ പറഞ്ഞാൽ അതിപ്പോ നമ്മൾ പറഞ്ഞു തന്നെ കേട്ടോ. ഓരോ എങ്ങനെ പറയാം, നമുക്ക് പറയാം ഓരോ സമചതുരം കൂടുമ്പോഴും അവിടെ എന്താണ്? വശങ്ങളുടെ നീളം കൂടുന്നുണ്ട്. അതായത് അതിന്റെ നീളം കൂടുന്നുണ്ട്, വീതി സെയിം തന്നെയാണ് അല്ലേ. അപ്പോ ഇനി അടുത്തത്, സമചതുരങ്ങളുടെ എണ്ണം എസ് എന്ന അക്ഷരം കൊണ്ടും ചതുരത്തിന്റെ ചുറ്റളവ് പി എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിച്ച് ഇവ തമ്മിലുള്ള ബന്ധം എഴുതണം. അപ്പൊ സമചതുരങ്ങളുടെ എണ്ണം എസും ചുറ്റളവ് പി ആണ് എടുത്തത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ ഒരു കാര്യം ഇത് നമുക്ക് മനസ്സിലാക്കണം. ജസ്റ്റ് നിങ്ങൾക്ക് പറയാം, 1 ആയപ്പോ, അതായത് സമചതുരങ്ങളുടെ എണ്ണം 1 ആയപ്പോ നമ്മുടെ ചുറ്റളവ് 4 ആയി. ഇത് 2 ആയപ്പോ ഇവിടെ 6 ആയി. സമചതുരങ്ങളുടെ എണ്ണം 3 ആയപ്പോ ഇവിടെ 8 ആയി. ഇങ്ങനെയല്ലേ കൂടുന്നത്. അപ്പൊ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി എടുക്കണം. അപ്പൊ നോക്ക്, ഈ സമചതുരത്തിന്റെ എണ്ണം 1 4 ആക്കണം. അപ്പൊ എങ്ങനെ എഴുതാം? അത് 2 6 ആക്കണം. അപ്പൊ നമുക്ക് ഈ 1 ഇൻറ്റു 2 പ്ലസ് 2 ചെയ്യാം. അപ്പൊ നോക്ക്, സമചതുരങ്ങളുടെ എണ്ണത്തിന് ഇൻറ്റു 2 ചെയ്യും. അപ്പൊ 1 ഇൻറ്റു 2 2 2 പ്ലസ് 2 4 കിട്ടി. ഇനി ഇവിടെ നോക്ക്, സമചതുരങ്ങളുടെ എണ്ണം 2,
അതിന് 2 കൊണ്ട് ഇൻറ്റു ചെയ്തു ഇവിടെ തന്നെ 2 × 2 4 അത് കൂടി 2 കൂട്ടിയാൽ എന്തായി 6 ആയി. നീ ഇവിടെ നോക്ക് സമചതുരങ്ങളുടെ എണ്ണം 3 ഇത് തന്നിക്കുന്ന ചതുരങ്ങളുടെ എണ്ണാണ് കേട്ടോ. അപ്പോൾ 3നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു +2 അപ്പോൾ 3 × 2 6 6 + 2 8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സമചതുരങ്ങളുടെ എണ്ണത്തിനെ 2 കൊണ്ട് ഗുണിച്ച് 2 കൂട്ടിയാൽ എന്ത് കിട്ടും? ചുറ്റളവ് കിട്ടും. ഇത് ചുറ്റളവും ഇത് ചതുരങ്ങളുടെ എണ്ണവും എടുത്താൽ ഈ ചതുരങ്ങളുടെ എണ്ണത്തിന് ഇൻറ്റു 2 ചെയ്യുക +2 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ചുറ്റളവ് കിട്ടും. അപ്പോൾ ആ കാര്യം നമുക്കൊന്ന് എഴുതാം. അത് നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ചുറ്റളവ് ഈക്വൽ ടു സമചതുരങ്ങളുടെ എണ്ണം. ചതുരങ്ങളുടെ എണ്ണം എന്ന് എഴുതിയാലും മതി, എല്ലാം സമചതുരം അല്ലല്ലോ. സമചതുരം തന്നെയാണ് ഇവിടെ എല്ലാത്ത സമചതുരങ്ങൾക്ക് സമചതുരങ്ങൾ തന്നെ എഴുതാം, കാരണം സമചതുരങ്ങൾ തന്നെയാണ്. ഓക്കെ, സമചതുരങ്ങളുടെ എണ്ണം അതിനെന്ത് ചെയ്യുക? ഇൻറ്റു 2 ചെയ്യണം ആദ്യം. സമചതുരങ്ങളുടെ എണ്ണം ഇൻറ്റു 2. അതിനെ പിന്നെ എന്ത് ചെയ്യണം? ഒരു +2 കൂടി ആക്കണം. ഓക്കെ, ഇനി അവിടെ ചുറ്റളവ് എന്നുള്ളത് പി എന്ന ലെറ്ററും കൂടെ എടുക്കാൻ പറ്റും. പേര് മീറ്ററിന് പി. സമചതുരങ്ങളുടെ എണ്ണം എസ് ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഈ ചതുരങ്ങളുടെ എണ്ണം എസ് ഇൻറ്റു 2 +2 എന്ന് എഴുതാലോ. എഴുതാം. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് വൃത്തിക്ക് എഴുതാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു ഇത് എസ് ഇൻറ്റു 2 പകരം 2 × എസ് എഴുതിയാലും മതി. അപ്പോൾ ഈ 2 × എസ് 2നെ എസ് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 2s വരും. അതായത് ഗുണന ചിഹ്നം മാറ്റിയിട്ട് നമുക്ക് ഒറ്റ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 2s + 2 എന്ന് എഴുതാം. ഇതാണ് അപ്പം നമുക്ക് ആ ഒരു ബന്ധം കാണിക്കണ ഇക്വേഷൻ കേട്ടോ. ഇനി അടുത്തതിൽ ചുറ്റളവ് 1 മീറ്റർ ആയ ചതുരം കിട്ടാൻ എത്ര സമചതുരങ്ങൾ ചേർത്ത് വെക്കണം? അപ്പൊ ഇനി നമുക്ക് എന്താണ്? ചുറ്റളവ് 1 മീറ്റർ ആണ്. ശ്രദ്ധിക്കണം, 1 മീറ്റർ. ചുറ്റളവ് 1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര സമചതുരങ്ങൾ വേണ്ടി വരുന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇവിടെ എഴുതിയേക്കാം. നമുക്ക് എന്താണ്? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് ഈക്വൽ ടു 2s + 2 ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ചുറ്റളവ് എത്ര വേണം? ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്. ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ അല്ലെങ്കിൽ പി. നമുക്ക് ചുറ്റളവ് തന്നെ എഴുതാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചുറ്റളവ് ഈക്വൽ ടു 1 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 1 മീറ്റർ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ആരും നമ്മൾ മനസ്സിലാക്കണം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് ഒരു സമചതുരം ഉണ്ട്. ഇതിന്റെ 4 വശങ്ങൾ കൂടി കൂട്ടിയാൽ 1 മീറ്റർ കിട്ടണം. അപ്പൊ മീറ്ററിൽ നമുക്ക് അറിയാം, നമ്മൾ എപ്പോഴും സെന്റിമീറ്ററിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് മീറ്ററിന് സെന്റിമീറ്റർ ആക്കണം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? നമ്മൾ വലിയ മീറ്റർ, നിങ്ങൾ തുണിക്കടയിലൊക്കെ തുണി മുറിച്ച് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അളന്ന് മുറിച്ച് വാങ്ങിക്കുന്ന തുണി ഉണ്ടാവില്ലേ, അതിൽ എന്താണ് ഷർട്ടിന്റെ പീസൊക്കെ വാങ്ങിക്കുമ്പോൾ അവരുടെ അടുത്ത് വലിയ സ്കെയിൽ ഉണ്ടായിരിക്കും. അതാണ് മീറ്റർ സ്കെയിൽ. അപ്പോൾ അതിൽ 1 മീറ്റർ പറഞ്ഞാൽ എത്ര ആയിരിക്കും അറിയോ? 100 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 4 വശം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഈ വശം ഈ 4 വശങ്ങളും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 100 സെന്റിമീറ്റർ എന്ന് വരണം. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ചുറ്റളവ് തന്നാൽ അതിൽ നിന്നും സമചതുരങ്ങളുടെ എണ്ണം കാണാൻ നമുക്ക് ഒരു ഐഡിയ അറിയാം. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. ഇവിടെ നോക്കാം, ആദ്യം ഇവിടെ ഈ +2 അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ 2 എന്ന് കുറയ്ക്കുക. ഇവിടെ 2 കൊണ്ട് ഗുണിച്ചെങ്കിൽ 2 കൊണ്ട് ഹരിക്കാം. അതായത് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. ചുറ്റളവ് തന്നാൽ ഇങ്ങനത്തെ ഒരു കേസിലുണ്ട്, എല്ലാ കേസിലും ഇപ്പോഴത്തെ ഈ ഒരു ക്വസ്റ്റ്യനില് ചുറ്റളവ് തന്നാൽ അതിൽ നിന്നും സമചതുരങ്ങളുടെ എണ്ണം കാണാൻ അതിൽ നിന്ന് സമചതുരങ്ങളുടെ എണ്ണം കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? എണ്ണം കാണാൻ ചുറ്റളവിൽ നിന്നും ചുറ്റളവ് -2 ചെയ്യാതെ, അതായത് എന്താണ്? പി -2 ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? അതിനെ 2 കൊണ്ട് ഹരിക്കാം. ചുറ്റളവ് -2 ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഹരണം 2. അപ്പോൾ എന്താണ്? ഇത് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ചുറ്റളവ് നിന്ന് 2 കുറയ്ക്കുക, അതിനെ 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ചുറ്റളവ് എത്ര നിൽക്കുന്നത്? 100 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 100ൽ നിന്നും ആദ്യം 2 കുറയ്ക്കാം.
അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിച്ച് വെച്ചാൽ ഇവിടെ നമ്മൾ +2 അല്ലേ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇത് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിനെ ഇവിടെ ഇക്വേഷനിൽ 2 കൂട്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇപ്പം തിരിച്ചിടുമ്പോൾ നമ്മൾ 2 കുറയ്ക്കുക. ഇവിടെ 2നെ ഗുണിച്ചിട്ടാണെങ്കിൽ ഇവിടെ വരുമ്പോൾ 2നെ ഹരിക്കുക. അത് മനസ്സിലാക്കി വെക്കട്ടെ. ത്രികോണങ്ങളുടെ കേസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, മറ്റേ നമ്മുടെ ചതുരങ്ങളുടെ കേസാണ് ഒക്കെ ഇതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ 100 - 2നെ 2 കൊണ്ട് ഹരിക്കുക. 100 2 പോകുമ്പോൾ എന്താ വരിക, 98 വരും. 98നെ എന്ത് ചെയ്യുക, 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 98നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് വരും, 98 × 2 24 8 1 18 9. അപ്പോൾ 49 എന്ന് വരും. അപ്പോൾ നമുക്ക് 49 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഈ 49 എന്താണ്, 49 സമചതുരങ്ങൾ കൂട്ടി വെക്കുമ്പോഴാണ് ആ വലിയ ചതുരത്തിന്റെ ചുറ്റളവാണ് 100 സെന്റിമീറ്റർ ആയിട്ട് വരിക. അതായത് നമ്മൾ കുഞ്ഞു ഇങ്ങനത്തെ 1 സെന്റിമീറ്റർ ഉള്ള അല്ലേ വശങ്ങൾ, ഇങ്ങനെയുള്ള 49 സമചതുരങ്ങൾ കൂട്ടി വെക്കുമ്പോൾ നമുക്ക് എന്ത് വരും, അതിന് മൊത്തം ചുറ്റളവ് 100 സെന്റിമീറ്റർ എന്ന് വരും. അതായത് ഒന്നും കൂടി പറയാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇങ്ങനെ കുറേ സമചതുരങ്ങൾ കൂട്ടി വെച്ച് ഇതിൽ 49 എണ്ണം ഇങ്ങനെ കേട്ടോ. ഓരോ ഇതിന് 49. അപ്പോൾ 1 1 മൊത്തത്തിൽ ഇവിടെ 49, ഇവിടെ 49, ഇവിടെ 1, ഇവിടെ 1 വരും. അപ്പോൾ 49 1 50, 41 അപ്പോൾ 50 50 100, മൊത്തത്തിൽ തന്നെ 100 സെന്റിമീറ്റർ ആയി. അങ്ങനെയാണ് വരിക കേട്ടോ. അങ്ങനെ കുറേ 49 എണ്ണം കൂടുമ്പോൾ ഓരോന്നും ഇവിടെ 1 അങ്ങനെ മൊത്തം 49 ആയി. താഴെ തന്നെ 1 1 കൂടി 49 ആയി. അപ്പോൾ മൊത്തം ചുറ്റളവ് എന്തായി, 100 സെന്റിമീറ്റർ ആവും. അപ്പോൾ അത്രയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ കഴിയാണ്. നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. സമയമുള്ളവർ മാത്രം കമൻറ്റും കൂടി ചെയ്യണേ. ബൈ.